നമസ്കാരം കൂട്ടുകാരെ. 2025 പുറത്തിറങ്ങിയ ഏറെ രസകരമായ 100 കോടിയിലധികം കളക്ഷൻ നേടി വലിയ വിജയമായി മാറിയ തമിഴ് ചലച്ചിത്രം ഡ്രാഗൺ. പ്രദീപ് രംഗനാഥൻ അഭിനയിച്ച് അനുപമ പരമേശ്വരനും മറ്റും നായികയായി എത്തിയ ചലച്ചിത്രം വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. അശ്വത് മാരിമുത്തുവാണ് ചലച്ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. രസകരമായ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് 2014 ഡി രാഘവൻ എന്നു പേരുള്ള ഏറെ സമർത്ഥനായ ഇന്റലിജന്റായ പയ്യനെ നമ്മൾ പരിചയപ്പെടുന്നു. +2 കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായ അവൻ സ്കൂളിലെ മികച്ച പെർഫോമൻസും മികച്ച പഠന റെക്കോർഡ്സും ഒക്കെ കാരണം അന്ന് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കുകയാണ്. തന്റെ ആ ഒരു അച്ചീവ്മെന്റിൽ വളരെയധികം സന്തോഷവും ധൈര്യവും പൂണ്ടിയ അവൻ നാളുകളായി തന്റെ ഉള്ളിലുണ്ടായിരുന്ന പ്രണയം തന്റെ ക്രഷായ അഞ്ജനയോട് തുറന്നു പറഞ്ഞു. അഞ്ജനയ്ക്കും രാഘവനോട് ദേഷ്യമൊന്നുമില്ല. പക്ഷേ അഞ്ജന രാഘവനോട് നോ പറഞ്ഞു. അതിന്റെ കാരണമായി അഞ്ജന പറഞ്ഞതാകട്ടെ രാഘവൻ വളരെയധികം നല്ല പയ്യനാണ് എന്നതായിരുന്നു. പിന്നാലെ അവിടെ അടുത്തുണ്ടായിരുന്ന റാംബോ എന്ന സ്കൂളിലെ തന്നെ കുറച്ച് നൊട്ടോറിയസ് ആയ കുറെ വിഷയങ്ങൾക്ക് പരാജയപ്പെട്ട സിഗരറ്റ് അടക്കം വലിക്കുന്ന ഒരു ബാഡ് ബോയെ തനിക്ക് താല്പര്യമുള്ള പയ്യനായി അഞ്ജന ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. രാഘവനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചൊരു കാര്യമായിരുന്നു അത്. അതിനെപ്പറ്റി രാഘവൻ എന്ന തന്റെ സുഹൃത്ത് അൻപുമായി ഡിസ്കസ് ചെയ്തു. നല്ല പയ്യനായിരുന്നാൽ നന്നായി പഠിച്ചാൽ പെൺകുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുമെന്ന് പറയുന്നത് വളരെ വലിയ നുണയാണല്ലേടാ എന്ന് അൻപിനോട് ചോദിച്ച രാഘവൻ അതോടെ ഒരു ബാഡ് ബോയ് ആയി മാറാൻ തീരുമാനിച്ചു. ഒരു റിബലായി മാറാൻ. അന്ന് അവിടെ വെച്ച് രാഘവന്റെ പേരിലെ കുറെ ഭാഗങ്ങൾ വെട്ടിമാറ്റി രാഘവന് റിബൽ ക്യാരക്ടറായി മറ്റൊരു പേര് അൻപ് പറഞ്ഞുകൊടുത്തു. ഡി രാഘവന്റെ പേര് ചുരുക്കി ഡ്രാഗൺ എന്നാക്കിയായിരുന്നു അത്. പിന്നീട് വർഷം 2020 AGS എഞ്ചിനീയറിംഗ് കോളേജ് വെല്ലൂർ. അന്ന് കോളേജിലേക്ക് പുതിയ ബാച്ച് എത്തുകയായിരുന്നു. പ്രിൻസിപ്പൽ കം ഡീനായ മയിൽവാഹനം എല്ലാ കുട്ടികളോടുമായി സംസാരിക്കാൻ വന്നു. അന്ന് ഏവരോടുമായി സംസാരിക്കുമ്പോൾ കോളേജിന്റെ മഹിമയെപ്പറ്റി വിശദീകരിക്കുന്നതിന് മുമ്പ് ഒരു വിദ്യാർത്ഥി എങ്ങനെയാവരുത് എന്നതിന്റെ ഉദാഹരണമായി താനൊരു കഥ പറയാം എന്ന് പറഞ്ഞ് ഒരാളെപ്പറ്റി അദ്ദേഹം പറയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു വന്നത് ആ കോളേജിൽ പഠിച്ച് പാസ്സാവാതെ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയ ഒരു വിദ്യാർത്ഥിയെ പറ്റിയായിരുന്നു. ഡി രാഘവൻ എന്ന ഡ്രാഗൺ. കഥ അവിടെ നിന്നും ഡ്രാഗന്റെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. കോളേജിൽ ചേർന്നിരുന്ന ഡ്രാഗൺ അവിടെ കുപ്രസിദ്ധനായി അരങ്ങുവാഴുകയായിരുന്നു. 48 സപ്ലികളായിരുന്നു ഡ്രാഗൺ ഉണ്ടായിരുന്നത്. ഡ്രാഗണെ പോലെ അത്രയ്ക്കും മോശമായ ഒരു സ്റ്റുഡന്റ് അവിടെ പഠിച്ചിട്ടേയില്ല എന്നാണ് അവിടുത്തെ ഓരോ അധ്യാപകരുടെയും അഭിപ്രായം. കോളേജിൽ നടക്കുന്ന ഏതൊരു പ്രശ്നത്തിന്റെ മുമ്പിലും ഡ്രാഗൺ ഉണ്ടാകും. മാത്രമല്ല കോളേജിൽ ഡ്രാഗണ് ഒരു പ്രണയബന്ധവുമുണ്ട്. കീർത്തി എന്നായിരുന്നു അവളുടെ പേര്. കാര്യം മലമ്പൊക്കെയാണെങ്കിലും പ്രണയത്തിന്റെ കാര്യത്തിൽ ഡ്രാഗൺ കുറച്ച് സീരിയസ് ആയിരുന്നു. ഒറ്റ റിലേഷൻഷിപ്പേ കീപ്പ് ചെയ്തിട്ടുള്ളൂ. അന്ന് കോളേജ് കൾച്ചറൽസ് നടക്കുന്ന ദിവസം ഡ്രാഗൺ കീർത്തിയുമായി കൊഞ്ചിക്കൊണ്ടിരിക്കെ ഒരു സുഹൃത്ത് വന്ന് പുറത്തെ കോളേജ് പിള്ളേർ വന്ന് നമ്മുടെ പെണ്ണുങ്ങളെ ടീസ് ചെയ്തു. അത് ചോദ്യം ചെയ്ത അൻപിനെ അവരെടുത്ത് തല്ലുകയാണ് എന്ന് വന്ന് പറഞ്ഞു. കേൾക്കേണ്ട താമസം പ്രശ്നത്തിൽ ഇടപെടാനായി ഡ്രാഗൺ ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങി. പോവരുതടാ, ഇപ്പൊ തന്നെ ഒരുപാട് കേസുള്ളതാ, പ്രശ്നമാവുമെന്ന് കീർത്തി പറഞ്ഞെങ്കിലും ഡ്രാഗൺ അതൊന്നും ചെവികൊണ്ടില്ല. പറയണ്ടല്ലോ, കടന്നു ചെന്ന ഡ്രാഗൺ അവിടെ ഒരു ഫൈറ്റിന് തുടക്കം കുറിച്ചു. ഫൈറ്റിന്റെ ഏറ്റവും ഒടുവിൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് പ്രശ്നക്കാരായ പയ്യന്മാരെ ഇടിച്ചിടാൻ വേണ്ടി എറിഞ്ഞപ്പോ അത് ചെന്ന് പതിച്ചതാകട്ടെ അതുവഴി വരികയായിരുന്ന ഡീനിന്റെ കാർച്ചില്ലിലായിരുന്നു. കാർച്ചില്ല് തകർന്നു. ഡീൻ മയിൽവാഹനവും രാഘവനും നേർക്കുനേർ നിന്നു. അതിന്റെ പേരിൽ രാഘവൻ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുകയാണ്. പക്ഷേ കോളേജിൽ പ്രശ്നക്കാരനായിരുന്നെങ്കിലും കൂട്ടുകാരുടെയും മറ്റു കുട്ടികളുടെയും സപ്പോർട്ട് രാഘവന് നന്നായിട്ടുണ്ടായിരുന്നു. അവർ അതിനെതിരെ സമരം ചെയ്യാൻ പ്രിൻസിപ്പളിന് മുമ്പിലെത്തി. കീർത്തിയും കൂട്ടുകാരും ഡ്രാഗന് വേണ്ടി വാദിച്ചു. ഡ്രാഗന് 43 അരിയർ ുണ്ടെന്നും അവസാനത്തെ സെമസ്റ്ററിൽ അത് മുഴുവൻ എഴുതി തീർത്ത് പാസ്സാവാൻ അവൻ ശ്രമിക്കുന്നത് സാറൊരു അവസരം കൊടുക്കണം എന്നൊക്കെ മയിൽവാഹനത്തോട് അപേക്ഷിച്ചപ്പോ മയിൽവാഹനം മുമ്പിലേക്ക് വന്ന് ഡ്രാഗനോടായി പറഞ്ഞു 3 മാസം സമയം തരും. അതിൽ എല്ലാ ക്ലാസ്സുകളും കൃത്യമായി അവൻ അറ്റൻഡ് ചെയ്യണം. ഒരു പ്രശ്നവും ഉണ്ടാക്കരുത്. എല്ലാ സപ്ലിയും എഴുതി പാസ്സാവണം. അങ്ങനാണെങ്കിൽ അവന്റെ സസ്പെൻഷൻ പിൻവലിക്കാം. പക്ഷേ ഡ്രാഗണ് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. 43ന്റെ കൂടെ ഈ സെമസ്റ്ററിലെ 5 കൂടി ചേർത്ത 48 അരിയർ. ചരിത്രത്തിൽ തന്നെ അത്രയും അരിയറുള്ള ഒരേ ഒരാള് ഞാൻ മാത്രമല്ലേ. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി അതിനുവേണ്ടി ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിച്ച് അതിനൊന്നും വയ്യെന്ന് പറഞ്ഞ് ID കാർഡും ഡീനിന് മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഡ്രാഗൺ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. കഥ പറയുകയായിരുന്ന മയിൽവാഹൻ പുതിയ ബാച്ചിലെ കുട്ടികളോട് പറഞ്ഞു, ഒരു ഡിഗ്രി എന്ന് പറയുന്നത് നിങ്ങളുടെ അടിത്തറ പോലാണ്. അത് നല്ല രീതിയിൽ പഠിച്ച് പാസ്സായാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ദാ ഇവനെപ്പോലെ ആയിത്തീരും. ഡ്രാഗന്റെ ഫോട്ടോ കാണിച്ച് അതിലേക്ക് ചൂണ്ടിക്കൊണ്ട് മയിൽവാഹനം പറഞ്ഞു. പിന്നാലെ മയിൽവാഹനം പോവാൻ നേരം വിദ്യാർത്ഥികൾ ഒരാൾ എഴുന്നേറ്റ് നിന്ന് ഇപ്പോൾ ഇയാൾ എവിടെയായിരിക്കും
സംഭവിക്കും എന്ന് ചോദിച്ചു. മയിൽവാഹനത്തിന് ദേഷ്യം വന്നിരുന്നു. എനിക്കെന്താ അതന്വേഷിക്കലാണോ പണി? വല്ല റോട്ടിലും ആക്രി പെറുക്കുന്നുണ്ടാകും എന്നായിരുന്നു മയിൽവാഹനം പറഞ്ഞിട്ടിറങ്ങിപ്പോയത്. കഥ എവിടെ നിന്നും ഡ്രാഗണിലേക്ക് തിരിയുകയാണ്. മറുവശത്ത് വീട്ടിൽ ഡ്രാഗൺ ജോലിക്ക് പുറപ്പെടാൻ തയ്യാറെടുക്കുകയായിരുന്നു. അച്ഛനും അമ്മയും ഏറെ താല്പര്യത്തോടെ അവനെ ജോലിക്കായി പറഞ്ഞയച്ചു. ഇറങ്ങാൻ നേരം അവന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നു കൊടുക്കാമോ എന്ന് അച്ഛൻ ചോദിച്ചു. വീടിന്റെ ഭിത്തിയിൽ തൂക്കാനായിരുന്നു അത്. അവരുടെ കുടുംബത്തിൽ തന്നെ പഠിച്ച് പാസ്സായ മറ്റൊരാളില്ല. പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ അവൻ പാസ്സായിട്ടില്ല എന്നവന്റെ പാവപ്പെട്ട അച്ഛനും അമ്മയ്ക്കും അറിയില്ല. അച്ഛനെയും അമ്മയെയും ഡ്രാഗൺ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജോലിക്കെന്ന് പറഞ്ഞിറങ്ങുന്ന അവൻ നേരെ പോകുന്നത് കൂട്ടുകാർ താമസിക്കുന്ന ഫ്ളാറ്റിലേക്കാണ്. രാവിലെ മുതൽ അവിടെ മദ്യപിച്ചും സിഗരറ്റ് വലിച്ചും TV കണ്ടും വൈകുന്നേരം വരെ അവൻ ചിലവഴിക്കും. റീല് കണ്ടും റീല് ഷൂട്ട് ചെയ്തും വൈകുന്നേരമാക്കും. ഇതിനിടയിൽ കൂട്ടുകാരുടെയും കീർത്തിയുടെയും പണം കൊണ്ട് തന്റെ ആവശ്യങ്ങൾ സാധിക്കും. ശമ്പള ദിവസമാകുമ്പോ കുറെ കൂട്ടുകാരുടെ കയ്യിൽ നിന്നും ചെറിയ തുകകൾ വെച്ച് വാങ്ങി അത് തന്റെ ശമ്പളമെന്ന വണ്ണം വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. വലിയ അറിവോ വിദ്യാഭ്യാസമോ ഒന്നുമില്ലാത്ത രാഘവന്റെ പാവം പാരന്റ്സ് അത് വിശ്വസിക്കുകയും ചെയ്യും. പക്ഷെ അവിടെയും ഒരു ട്വിസ്റ്റ്. പണം കൊടുത്തതിന് പിന്നാലെ ഓരോ ചിലവുകളുടെയും പഠനത്തിന്റെയും മറ്റ് കാര്യങ്ങൾ പറഞ്ഞ് മുഴുവൻ തുകയും രാഘവൻ തന്നെ തിരിച്ചു വാങ്ങും. കൂട്ടത്തിൽ അവന് കിട്ടുന്ന ശമ്പളം മറ്റു കാര്യങ്ങൾക്കൊന്നും തികയുന്നില്ല എന്ന് തോന്നുന്ന അവന്റെ അച്ഛൻ അവന് ചിലവിന് കുറച്ച് പണം നൽകുകയും ചെയ്യും. രാഘവൻ അങ്ങനെ പാരന്റ്സിനെയൊക്കെ പറ്റിച്ച് ജീവിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിലൊരു നാണക്കേടോ കൂസലോ അവന് തോന്നിയതുമില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം കീർത്തി രാഘവനെ ഒന്ന് നേരിട്ട് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. രാഘവൻ കീർത്തിയെ കാണാൻ എത്തുകയാണ്. കൂളായി വന്ന രാഘവനോട് കീർത്തി അന്ന് ഒരു ഞെട്ടിക്കുന്ന കാര്യം പറഞ്ഞു. താൻ മറ്റൊരു കല്യാണത്തിന് ഓക്കെ പറഞ്ഞു എന്നായിരുന്നു അത്. അക്ഷരാർത്ഥത്തിൽ രാഘവൻ ഞെട്ടുന്നുണ്ട്. കീർത്തിക്കെതിരെ തന്നെ തേച്ചെന്ന മട്ടിൽ രാഘവൻ ഒച്ചയുണ്ടാക്കാൻ ആരംഭിച്ചു. സഹികെട്ടിരുന്ന് കീർത്തിയും പ്രതികരിച്ചു. രാഘവൻ ഒരു ലൂസറാണെന്നും ഇത്രനാളുമായിട്ടും ഒന്നും നേടാൻ ജീവിതത്തിൽ അവന് സാധിച്ചിട്ടില്ലെന്നും അച്ഛനെയും അമ്മയെയും പോലും പറ്റിച്ചാണ് അവൻ ജീവിക്കുന്നത് എന്നും അവൾ രാഘവനെ കുറ്റപ്പെടുത്തി. രാഘവൻ ഒന്ന് തകർന്നു പോയിരുന്നു. കീർത്തി ഇറങ്ങിപ്പോവാൻ നേരം രാഘവൻ പിന്നാലെ ചെന്ന് അങ്ങനെ വിട്ടിട്ട് പോവരുത്, അത് തെറ്റാണെന്ന് പറഞ്ഞു. ഉടൻ വന്നു കീർത്തിയുടെ മറുപടി, ആടാ തെറ്റ് തന്നെയാ, പക്ഷെ ഒരു തെറ്റ് ചെയ്ത ഭാവി ജീവിതം നന്നാവുമെങ്കിൽ അത് ചെയ്യുന്നത് തെറ്റേയല്ല. കീർത്തി അവിടെ നിന്ന് പോയി. രാഘവൻ ആകെ തകർന്ന് നിന്നുപോയിരുന്നു. ആത്മാർത്ഥമായി അവൻ പ്രണയിച്ചതാണ്. പക്ഷേ അത്തരത്തിലൊന്നും അവന്റെ ജീവിതത്തിൽ സംഭവിക്കും എന്നവൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ആ സംഭവം രാഘവനെ അപ്പാടെ ഉടച്ചു കളഞ്ഞിരുന്നു. തന്നെ ഒഴിവാക്കിയ കീർത്തിയോട് രാഘവന് വല്ലാത്തൊരു വെറി വന്നു, ഒരു വാശി വന്നു. കീർത്തി കെട്ടാൻ പോകുന്ന 1,20,000 ശമ്പളമുള്ള വ്യക്തിയേക്കാൾ കൂടുതൽ ശമ്പളം തനിക്ക് നേടിയെടുക്കണമെന്നും അവനേക്കാൾ മികച്ച സൗകര്യങ്ങൾ തനിക്കുണ്ടാകണം എന്നും അവൻ ആഗ്രഹിക്കാൻ തുടങ്ങി. അതിനുവേണ്ടി ഒരു ജോലി എങ്ങനെയെങ്കിലും കണ്ടെത്തണം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം എന്ന ചിന്ത അവനിലേക്ക് വന്നു. കൂട്ടുകാരോട് അതിനെപ്പറ്റി സംസാരിച്ചപ്പോ +2 വിദ്യാഭ്യാസം മാത്രമുള്ള അവന് ഇതൊന്നും സാധ്യമല്ല എന്ന മട്ടിൽ കൂട്ടുകാർ അവനെ കളിയാക്കി. എന്ത് ചെയ്യുമെന്ന് രാഘവൻ ഒരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഡിപ്രഷനിൽ രാഘവൻ തുടർന്നുകൊണ്ടിരുന്നു. ആ ഒരു സമയത്താണ് ക്രിക്കറ്റ് കളി ഗ്യാങ്ങിലേക്ക്, അവരുടെ ടീമിലേക്ക് മറ്റൊരാൾ വന്നെത്തുന്നത്. ആ പ്രദേശത്ത് പുതിയ താമസക്കാരനായി എത്തിയ ഗൗതം ആയിരുന്നു അത്. ഗൗതവുമായി വളരെ പെട്ടെന്ന് അവർ അടുപ്പത്തിലായി. ഗൗതം ഒരു ദിവസം അവരെ പാർട്ടിക്ക് തന്റെ വീട്ടിലേക്ക് വിളിച്ചു. ഗൗതത്തിന്റെ സെറ്റപ്പും സമ്പത്തും ഒക്കെ കണ്ട് അവരേവരും അതിശയിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് രാഘവൻ ഇങ്ങനെ എപ്പോഴും ഡിപ്രസ്ഡായി നിൽക്കുന്നത് ഗൗതം ശ്രദ്ധിച്ചു. ഗൗതം രാഘവന്റെ അടുത്ത് ചെന്ന് സംസാരിച്ചു. കൂട്ടുകാരിൽ നിന്ന് രാഘവൻ ബ്രേക്കപ്പ് ആയതാണ് എന്ന് ഗൗതം മനസ്സിലാക്കിയിരുന്നു. ഗൗതത്തിനെ പോലാവാനായിരുന്നു തന്റെ ആഗ്രഹമെന്നും ഒന്നും നടന്നില്ല, തനിക്ക് ഡിഗ്രി പോലുമില്ല എന്നൊക്കെ രാഘവൻ പറഞ്ഞപ്പോ ഗൗതം ഒരു ചിരി ചിരിച്ചു. പിന്നാലെ രഹസ്യമായി രാഘവനോട് തനിക്കും ഡിഗ്രിയൊന്നുമില്ലെന്നും ഫേക്ക് ഡിഗ്രി വെച്ചാണ് താൻ ജോലിക്ക് കയറിയതെന്നും ഇതൊക്കെ സമ്പാദിച്ചത് എന്നും ഗൗതം വ്യക്തമാക്കി. രാഘവന് ആ വഴിക്കൊരു ഹോപ്പ് തോന്നി. ഗൗതത്തോട് രാഘവൻ സഹായം അഭ്യർത്ഥിച്ചു. ഗൗതവും സഹായിക്കാൻ തയ്യാറായിരുന്നു. തനിക്ക് ഫേക്ക് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി നൽകിയ ജോലിയിലേക്ക് വഴി നടത്തിയ ഒരു ഏജൻസിയിലേക്ക് രാഘവനെ ഗൗതം പറഞ്ഞയച്ചു. രാഘവൻ അവിടെ ചെന്ന് സംസാരിച്ചപ്പോ രാഘവൻ ഉദ്ദേശിക്കുന്ന പോലെ 1,20,001 രൂപ, അതായത് കീർത്തിയുടെ കെട്ടാൻ പോകുന്ന പയ്യനേക്കാൾ 1 രൂപ അധികം ശമ്പളത്തിന്, അത്രയും വലിയ ശമ്പളത്തിന് ജോലി കിട്ടണമെങ്കിലും ഡിഗ്രി കരസ്ഥമാക്കണമെങ്കിലും 10 ലക്ഷം രൂപ ഏജൻസിക്ക് കൊടുക്കണം എന്നായിരുന്നു ഏജൻസി ഓണർ പറഞ്ഞത്. എവിടെ നിന്ന് ആ പണം ഒപ്പിക്കും എന്ന് രാഘവൻ ആദ്യമേ ഒരെത്തും പിടിയും കിട്ടിയില്ല. പിന്നാലെ വീട്ടിൽ തന്നെ അതൊരു നമ്പറായി ഇറക്കാൻ രാഘവൻ തീരുമാനിച്ചു. അന്ന് വീട്ടിലെത്തി അച്ഛനോടും അമ്മയോടും രാഘവൻ ഒരു കള്ളം പറഞ്ഞു. തനിക്ക് 1 ലക്ഷം രൂപയ്ക്ക് ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോ ജോലി ചെയ്യുന്ന കമ്പനിയിൽ 2 കൊല്ലത്തേക്ക് ബോണ്ടുണ്ട്. ആ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ 10 ലക്ഷം രൂപ ഫൈനായി കമ്പനിക്ക് കൊടുക്കണം. അത് കൊടുത്ത 1 ലക്ഷം രൂപയുടെ ഈ ജോലിക്ക് കയറാൻ പറ്റും. 10 ലക്ഷം രൂപ വേണം
എന്ന് കേട്ടതും രാഘവന്റെ അച്ഛനും അമ്മയും ഒന്ന് ഞെട്ടിയിരുന്നു. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അമ്മ ഒഴിയാൻ നോക്കിയെങ്കിലും അച്ഛൻ മിണ്ടാതിരിക്കുകയായിരുന്നു. ഭാരത്തിന് മോൾ ഭാരം ഞങ്ങൾക്ക് ഇങ്ങനെ തന്നോണ്ടിരുന്ന ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും എന്ന് പറഞ്ഞ് അമ്മ രാഘവനെ ഒച്ചയെടുത്തു. രാഘവനും ചോറ് തട്ടിത്തെറിപ്പിച്ച് കുടുംബത്തെ കുറ്റപ്പെടുത്തി ഇങ്ങനെ ഇടുങ്ങിയ ചിന്ത കൊണ്ട് ജീവിച്ചിട്ടാ ഇപ്പോഴും ഈ വാടക വീട്ടിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പാരന്റ്സിനെ വരെ രാഘവൻ കുറ്റപ്പെടുത്തി. രാഘവൻ എഴുന്നേറ്റ് പോയിരുന്നു. അമ്മയും ദുഃഖത്തോടെ മുറിയിലേക്ക് പോയി. പക്ഷേ തങ്ങളുടെ മകനാണല്ലോ, അങ്ങനെയെങ്കിലും രക്ഷപ്പെടാണെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നൊരു ചിന്ത രാഘവന്റെ അച്ഛനുണ്ടായിരുന്നു. നാട്ടിലെ ആകെ അവശേഷിച്ച സ്ഥലം അദ്ദേഹം കൊണ്ടുപോയി ഒരു ഫിനാൻഷ്യറുടെ അടുക്കൽ വിറ്റു. പണം രാഘവന് കൊടുത്തു. രാഘവൻ പണവുമായി ഏജൻസിയിലെത്തി. ഏജൻസിയിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉടനടി തയ്യാറാവുമായിരുന്നു. ശേഷം ഏജൻസി തന്നെ 1,00,000 മുകളിൽ ശമ്പളം കൊടുക്കുന്ന US ബേസ്ഡ് കമ്പനിയായ ലാറ്ററൽ വ്യൂവിൽ ജോലിക്കായി അപ്ലൈ ചെയ്തു. 3 ഘട്ടത്തിലൂടെയാണ് ജോലി ലഭിക്കുക. ആദ്യ 2 ഘട്ടം റിട്ടൺ ടെസ്റ്റുകളാണ്. അത് ഏജൻസിയുടെ ആളുകൾ റിട്ടൺ ചെയ്ത് പാസാക്കി കൊടുക്കും. മൂന്നാമത്തേത് നേരിട്ടുള്ള ഇന്റർവ്യൂ ആണ്. അതിന് ഏജൻസി ഉപയോഗിക്കുന്ന മെത്തേഡ് പ്രോക്സി ഇന്റർവ്യൂ ആയിരുന്നു. അതായത് നല്ല അറിവുള്ള, എല്ലാം മാനേജ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തി ഇന്റർവ്യൂ ചെയ്യുന്ന രാഘവന്റെ അടുത്തിരിക്കും. റീൽ ചെയ്യുന്ന പോലെ സംഭാഷണത്തിന് രാഘവൻ ചുണ്ടനക്കിയാൽ മാത്രം മതിയാകും. ഉത്തരമൊക്കെ കൂടെയുള്ള വ്യക്തി പറഞ്ഞുകൊള്ളും. വൈകാതെ ആ പ്രോസസ്സുകൾ നടന്നു. രാഘവനെ ഇന്റർവ്യൂ ചെയ്യാൻ എത്തിയത് ലാറ്ററൽ വ്യൂവിന്റെ VP ആയ വൈസ് പ്രസിഡന്റായ അവിടുത്തെ ഹെഡായ വേൽകുമാർ ആയിരുന്നു. വേൽകുമാർ ഇന്റർവ്യൂവിൽ ചെറിയ സംശയങ്ങൾ തോന്നിയെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് എന്നൊക്കെ പറഞ്ഞ് രാഘവൻ വിദഗ്ധമായി അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്തു. എന്തായാലും ഇന്റർവ്യൂ അടക്കം ഭംഗിയായി പൂർത്തിയാക്കി രാഘവന് ആ ജോലി ലഭിക്കുകയാണ്. ആനുവൽ സാലറി 16 ലക്ഷം രൂപയായിരുന്നു രാഘവന് ലാറ്ററൽ വ്യൂ ഓഫർ ചെയ്തത്. രാഘവൻ അങ്ങനെ ലാറ്ററൽ വ്യൂവിൽ ജോയിൻ ചെയ്തു. പക്ഷെ അങ്ങനെ ജോയിൻ ചെയ്താൽ മാത്രം മതിയാവില്ലല്ലോ. അവിടെ നിന്നായിരുന്നു പ്രധാന ടാസ്ക് ആരംഭിക്കുന്നത്. ജോലിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്താലേ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ. കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടും നല്ല ബുദ്ധിയുള്ളതുകൊണ്ടും രാഘവൻ വളരെ കഷ്ടപ്പെട്ട് കമ്പനിയിൽ നിന്ന് പഠിച്ചു. ജോലിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തി. തന്റെ മികച്ച പെർഫോമൻസ് കൊണ്ട് ഓരോ കൊല്ലവും രാഘവന് പ്രൊമോഷനും കിട്ടി. ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദി ഇയർ ആയും എപ്പോഴും അവൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 3 കൊല്ലം കൊണ്ട് കമ്പനിയിലെ ടീം ലീഡായി അവൻ മാറിയിരുന്നു. രാഘവന്റെ ലൈഫ് സ്റ്റൈല് തന്നെ മാറി. 1 കോടി രൂപയുടെ ഒരു വീട് രാഘവൻ വാങ്ങി. സ്വന്തമായി ലക്ഷറി കാറടക്കം രാഘവൻ സ്വന്തമാക്കി. രാഘവന്റെ ജീവിതം ഏറെ കളർഫുള്ളായി മുമ്പോട്ട് പോവാൻ തുടങ്ങി. അച്ഛന്റെയും അമ്മയുടെയും 70ാം കല്യാണം ഗ്രാൻഡായി അവൻ നടത്തി. രാഘവന്റെയും മാറ്റങ്ങളും രാഘവന് പാരന്റ്സിനോടുള്ള സ്നേഹവും എല്ലാം തന്നെ രാഘവന്റെ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് മുമ്പ് സ്ഥലം വാങ്ങിയ ഫിനാൻഷ്യർ കണ്ടിരുന്നു. രാഘവനോട് അദ്ദേഹത്തിന് വലിയ മതിപ്പ് തന്നെ തോന്നി. ആ സമയം രാഘവനെ പെണ്ണു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ വിവരം രാഘവന്റെ പാരന്റ്സിൽ നിന്നറിഞ്ഞ ഫിനാൻഷ്യർ തനിക്ക് പരിചയമുള്ള തന്റെ മുതലാളിയുടെ, അതായത് നാട്ടിലെ വലിയൊരു സമ്പന്നന്റെ മകളുടെ വിവാഹാലോചന രാഘവന് കൊണ്ടുവരുന്നത്. പരശുറാം എന്ന വലിയ ബിസിനസ്സുകാരന്റെ മകളുടെ വിവാഹാലോചന. അവരുടെ വീടും സമ്പത്തും ഒക്കെ കണ്ടപ്പോ അക്ഷരാർത്ഥത്തിൽ രാഘവന്റെ പാരന്റ്സ് ഒന്ന് ഞെട്ടിയിരുന്നു. തങ്ങൾക്ക് പറ്റിയ വിവാഹമാകുമോ എന്നും അവർ സംശയിച്ചു. പക്ഷേ പരശുറാം നല്ലൊരു വ്യക്തിയായിരുന്നു. സമ്പത്തിലുപരിയായി നല്ലൊരു പയ്യനെയായിരുന്നു പരശുറാം നോക്കിക്കൊണ്ടിരുന്നത്. പാരന്റ്സിനെ ഇത്രയും സ്നേഹിക്കുന്ന, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രയും വളർന്ന രാഘവൻ തനിക്ക് പറ്റിയ നല്ലൊരു മരുമകനാകും എന്ന് പരശുറാം വിശ്വസിച്ചിരുന്നു. അങ്ങനെ രാഘവന്റെ ഭാവി വധുവാകാൻ പോകുന്ന പല്ലവിയുമായി രാഘവൻ അവിടെ വെച്ച് പരിചയപ്പെട്ടു. പക്ഷേ പല്ലവിക്ക് ചില കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ആദ്യം രാഘവനൊപ്പം ഒന്ന് പുറത്തുപോയി പരസ്പരം ഒന്ന് മനസ്സിലാക്കണമെന്ന്. അങ്ങനെ പല്ലവിയെ രാഘവൻ ഡേറ്റിനായി കൊണ്ടുപോയി. അന്നത്തെ ഡേറ്റിൽ രാഘവൻ ചെയ്ത ഓരോ പ്രവൃത്തിയും പല്ലവി നോട്ട് ചെയ്തിരുന്നു. വളരെ മര്യാദയോടെ മാന്യമായിട്ടായിരുന്നു രാഘവൻ പെരുമാറിയത്. പല്ലവി ആഗ്രഹിച്ച ഗുണങ്ങളൊക്കെ പല്ലവി രാഘവനിൽ കണ്ടു. അവളും കല്യാണത്തിന് ഓക്കെ പറഞ്ഞതോടെ രാഘവന്റെ കല്യാണം ഉറപ്പിക്കപ്പെടുകയാണ്. രാഘവനും വലിയ ആവേശത്തിലായിരുന്നു. ഒരു ദിവസം ട്രാഫിക്കിൽ കിടക്കുമ്പോ പല്ലവിക്ക് രാഘവൻ വീഡിയോ കോൾ ചെയ്യുകയാണ്. സംസാരിക്കുമ്പോ അവൻ സിഗരറ്റ് വലിക്കുന്നുമുണ്ടായിരുന്നു. പല്ലവി രാഘവനോട് ആ സിഗരറ്റ് വലി അവസാനിപ്പിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോ, അതിനെന്താ, മറ്റുള്ളവരെ പോലെ ഞാൻ നാളെ നിർത്താം എന്നൊന്നും പറയില്ല, നീ പറഞ്ഞതുകൊണ്ട് ദാ ഇപ്പോ ഇവിടെ നിർത്തുകയാണെന്ന് പറഞ്ഞ് രാഘവൻ തന്റെ സിഗരറ്റ് പുറത്തേക്ക് തട്ടിവിട്ടു. ആ സമയത്താണ് എന്താണ് വൈകുന്നത് എന്ന് ചോദിച്ച് വേൽകുമാറിന്റെ ഫോൺ രാഘവൻ എത്തുന്നത്. രാഘവൻ ആ ടോൺ കേട്ട് ഒന്ന് ഭയന്നിരുന്നു. വേഗത്തിൽ പുറപ്പെട്ട് രാഘവൻ നേരെ ഓഫീസിലെത്തി. വേൽകുമാറും ടീമും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആദ്യം രാഘവനെ ഒന്ന് ഭയപ്പെടുത്തിയെങ്കിലും സന്തോഷം നൽകുന്ന ആ വാർത്ത പ്രാങ്ക് പോലെ അവർ രാഘവനോട് പറഞ്ഞു. രാഘവന് അമേരിക്കയിലെ കോൺസൈറ്റ് പ്രൊമോഷൻ അടക്കം വന്നിരിക്കുകയാണ്. എല്ലാവരും രാഘവന് കൺഗ്രാറ്റ്സ് പറഞ്ഞു. രാഘവനും വലിയ സന്തോഷത്തിലായിരുന്നു. അപ്പോഴാണ് പിന്നിൽ നിന്നും കൺഗ്രാറ്റ്സ് ഡ്രാഗൺ എന്ന് പറഞ്ഞ് ഒരു കൈ രാഘവന് നേരെ നീളുന്നത്. രാഘവൻ തിരിഞ്ഞു നോക്കി. അത് രാഘവന്റെ പഴയ ഡീൻ മയിൽ വാഹനമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തെ കണ്ട് രാഘവൻ ഞെട്ടുന്നുണ്ട്.
കുറച്ചു മുമ്പ് ട്രാഫിക് ജാമിൽ കിടന്നപ്പോ രാഘവൻ പല്ലവിയോട് പറഞ്ഞ് തന്റെ സിഗരറ്റ് തട്ടിത്തെറിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ. ആ സിഗരറ്റ് ചെന്ന് വീണത് അതേ ട്രാഫിക്കിൽ തന്റെ കാറിൽ ഉണ്ടായിരുന്ന മയിൽ വാഹനത്തിന്റെ ദേഹത്തായിരുന്നു. മയിൽ വാഹനത്തിന്റെ മകൾ ആ സമയം തനിക്കിഷ്ടപ്പെട്ട മാട്രിമോണിയൽ പ്രൊഫൈൽ എന്ന് പറഞ്ഞ് ഒരു പ്രൊഫൈലും അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിരുന്നു. അത് നോക്കി അദ്ദേഹം ഞെട്ടിപ്പോയി. രാഘവന്റെ പ്രൊഫൈലാണ്. പ്രൊഫൈൽ നോക്കിയപ്പോ അതിലെഴുതിയിരിക്കുന്ന ഡീറ്റെയിൽസും രാഘവന്റെ ലക്ഷറി ലൈഫുമെല്ലാം മയിൽവാഹനനെ ഞെട്ടിച്ചിരുന്നു. അങ്ങനാണ് രാഘവനെ പിന്തുടർന്ന് മയിൽവാഹനൻ രാഘവന്റെ ഓഫീസിലെത്തുന്നത്. അവർ സംസാരിച്ചു. ഡിഗ്രി പോലും ഇല്ലാത്ത രാഘവന് എങ്ങനെയാണ് ആ ഓഫീസിൽ അത്രയും വലിയ ജോലി കിട്ടിയത് എന്നായി മയിൽവാഹനന്റെ ചോദ്യം. രാഘവൻ ആദ്യം ഇവിടെ ഡിഗ്രിയൊന്നും വേണ്ട എന്ന് പറഞ്ഞൊഴിയാൻ നോക്കിയെങ്കിലും നിന്റെ ബോസിനോടക്കം ചോദിക്കുമെന്ന് പറഞ്ഞ് മയിൽവാഹനൻ ഭീഷണിപ്പെടുത്തിയപ്പോ രാഘവൻ ആകപ്പെട്ടു. ഉള്ള സത്യങ്ങൾ രാഘവൻ മയിൽവാഹനനോട് പറഞ്ഞു. ഫേക്ക് ഡിഗ്രി വെച്ച് ജോലി നേടിയതും കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി ചെയ്ത ഈ നിലയിലെത്തിയതെന്നും ദയവ് ചെയ്ത് എന്റെ കല്യാണമടക്കം ഉറപ്പിച്ചിരിക്കുകയാണെന്നും ജീവിതം ഇല്ലായ്മ ചെയ്യരുത് എന്നും രാഘവൻ അപേക്ഷിച്ചു. രാഘവനെ ഇരുത്തിക്കൊണ്ട് എഴുന്നേറ്റ് നിന്ന് ഡീൻ പറഞ്ഞു, നിന്റെ ജീവിതം നശിപ്പിക്കാനായിരുന്നെങ്കിൽ ഇതൊക്കെ അറിഞ്ഞപ്പോഴേ നിന്റെ വിപിയോടും നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ അച്ഛനോടും ഈ വിവരങ്ങൾ ഞാൻ അറിയിച്ചേനെ. പക്ഷേ എന്റെ ഉദ്ദേശം അതല്ല. ഡിഗ്രി പോലും വാങ്ങാതെ നീ ഈ ജോലി ചെയ്യുമ്പോ കഷ്ടപ്പെട്ട് പഠിച്ച ഡിഗ്രി വാങ്ങിയ കുട്ടികൾ വെറും പൊട്ടന്മാരാവില്ലേ? ഒരു ഡിഗ്രി എന്ന് പറയുന്നത് ഒരു കെട്ടിടത്തിന്റെ അടിത്തറ പോലെയാണ്. അടിത്തറയില്ലെങ്കിൽ മുകളിലേക്ക് എത്ര കെട്ടിയാലും അതിടിഞ്ഞ് താഴെ വീഴും. നിന്റെ ഇപ്പോഴത്തെ ജീവിതം അതുപോലാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം അങ്ങ് ചെയ്യ്. ആദ്യം നിന്റെ 48 സപ്ലിയും എഴുതിയെടുത്ത് ഡിഗ്രി അങ്ങ് കംപ്ലീറ്റ് ചെയ്യ്. നിനക്ക് 3 മാസത്തെ സമയം ഞാൻ അനുവദിക്കാം. അന്ന് നീ ID കാർഡും വലിച്ചെറിഞ്ഞു പോയപ്പോ ഞാൻ തന്ന ഓഫറില്ലേ, അതേ ഓഫർ. 3 മാസം 100% അറ്റൻഡൻസോടെ നീ കോളേജ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഒറ്റ അവസരത്തിൽ 48 പേപ്പറും എഴുതി ക്ലിയർ ചെയ്യണം. ആ 3 മാസം കോളേജിൽ ഒരു പ്രശ്നവും നീ ഉണ്ടാക്കാൻ പാടില്ല. അത് കേട്ടതും രാഘവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു. അതെങ്ങനെ സാധ്യമാകും? ഇത്രയും കൊല്ലം കഴിഞ്ഞു, മറ്റെന്തെങ്കിലും പറയൂ സാറെന്നൊക്കെ പറഞ്ഞ് മയിൽവാഹനോട് രാഘവൻ അപേക്ഷിച്ചെങ്കിലും ഇത് മാത്രമാണ് നിനക്ക് മുമ്പിൽ ഞാൻ വെക്കുന്ന ഒരേ ഒരു ഓപ്ഷൻ എന്നായിരുന്നു മയിൽവാഹൻ പറഞ്ഞത്. രാഘവനും മറ്റു വഴികളുണ്ടായിരുന്നില്ല. രാഘവൻ അതോടെ മയിൽവാഹനൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായി. കല്യാണത്തിരക്കിന്റെയും മറ്റും കാര്യം പറഞ്ഞ് ഓഫീസിൽ നിന്നും അവൻ വർക്ക് ഫ്രം ഹോം എടുത്തു. വീട്ടുകാരോടും ഫിയാൻസി പല്ലവിയോടുമടക്കം ട്രെയിനിങ്ങിന് മുംബൈയിൽ പോവുകയാണ് എന്ന് പറഞ്ഞ് മനസ്സെല്ലാം മനസ്സോടെ ഡിഗ്രി പഠിക്കാൻ ഉറപ്പിച്ച് രാഘവൻ കോളേജിലേക്ക് എത്തി. കോളേജിലെത്തിയ രാഘവന്റെ കാര്യം വലിയ കഷ്ടം തന്നെയായിരുന്നു. പഴയ സ്വഭാവമല്ലല്ലോ ഉള്ളത്. ഇപ്പോ ഉത്തരവാദിത്തങ്ങളുണ്ട്. എങ്ങനെയും പഠിച്ച് പാസ്സാവണം എന്ന ഉദ്ദേശമായിരുന്നു രാഘവൻ ആദ്യമുണ്ടായത്. പക്ഷേ സാഹചര്യങ്ങൾ അനുകൂലമല്ല. കോളേജിലുള്ള കുട്ടികൾക്ക് ഡ്രാഗന്റെ കഥയൊക്കെ അറിയുന്നതുകൊണ്ട് രാഘവന്റെ അവസ്ഥ അവിടെ പരിതാപകരമായിരുന്നു. പോരാത്തതിന് ഡ്രാഗനെ തന്റെ ഹീറോവാക്കി കുട്ടി ഡ്രാഗൻ എന്ന് പറഞ്ഞ് കോളേജിൽ സപ്ലികളുമായി ചുറ്റിത്തിരിയുന്ന ഒരു പയ്യനുമുണ്ട്. അവൻ തന്റെ ആരാധനാപാത്രമായ ഡ്രാഗനെ കാണാൻ ഡ്രാഗന്റെ കൂടെ ഓരോന്ന് ചെയ്യാൻ ആശിച്ച് ക്ലാസ് റൂമിലേക്കും വന്നു. അവനെക്കൊണ്ടും ഡ്രാഗന് വലിയ തോതിൽ സഹിക്കേണ്ടി വന്നു. ഇതൊന്നും പോരാഞ്ഞിട്ടായിരുന്നു ഡ്രാഗനോട് മുമ്പ് ബ്രേക്കപ്പ് പറഞ്ഞുപോയ കീർത്തിയാകട്ടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അതേ കോളേജിൽ പ്രൊഫസറായി ജോയിൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെ ഇവിടെ നിന്ന് പുറത്തു കിടക്കും, പഠിച്ചു പാസ്സാവും എന്ന് രാഘവൻ ഒരു പിടുത്തമുണ്ടായിരുന്നില്ല. പണ്ട് തന്നെ ഫേക്ക് ഡിഗ്രി ഉണ്ടാക്കാൻ സഹായിച്ച ഏജൻസിക്കാരനെ രാഘവൻ വിളിച്ചു. ഏജൻസിക്കാരൻ യൂണിവേഴ്സിറ്റിയിലെ ഒരാളുമായി സംസാരിച്ച് പറയാമെന്ന് പറഞ്ഞു. 3 പേപ്പറൊക്കെയാണെങ്കിൽ ക്ലിയർ ചെയ്യാൻ സഹായിക്കാം എന്നാണ് അയാൾ പറഞ്ഞതെന്നും പക്ഷെ 48 പേപ്പറൊന്നും പറ്റില്ല എന്നുമായിരുന്നു ഏജൻസിക്കാരന്റെ മറുപടി. രാഘവന് മുമ്പിൽ പഠിച്ച് പാസ്സാവാതെ മറ്റു വഴികളുണ്ടായിരുന്നില്ല. രാഘവൻ പഠിച്ച് പാസ്സായില്ലെങ്കിൽ അതുവരെ രാഘവനുണ്ടാക്കിയതൊക്കെയും അവന് നഷ്ടപ്പെടും. ഒടുവിൽ എല്ലാം ഉപേക്ഷിച്ച് തന്നെക്കൊണ്ട് ഡിഗ്രി പഠിച്ച് പാസ്സാവാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി എല്ലാം വിട്ട് ചെന്നൈക്ക് മടങ്ങുവാൻ രാഘവൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അന്നാണ് ആ വാർത്ത വരുന്നത്. YCL എന്ന IT ഫേമിൽ നിന്നും കള്ള സർട്ടിഫിക്കറ്റ് വെച്ച് ജോലി ചെയ്തിരുന്ന 2 പേരെ പിടിച്ചിരിക്കുന്നു എന്ന വാർത്തയായിരുന്നു അത്. അതിലൊരാൾ ഗൗതമായിരുന്നു. രാഘവന് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വഴി പറഞ്ഞുകൊടുത്ത അതേ വ്യക്തി. അക്ഷരാർത്ഥത്തിൽ അത് കണ്ട് രാഘവൻ ഞെട്ടുന്നുണ്ട്. പിന്നാലെ VPയുടെ കോളും വന്നു. വൈസ് പ്രസിഡന്റ് വേൽകുമാർ രാഘവനോട് പറഞ്ഞു, ന്യൂസ് കണ്ടില്ലേ, IT കമ്പനികളിൽ ഫേക്ക് സർട്ടിഫിക്കറ്റ് വെച്ച് ആളുകൾ ജോലിക്ക് കയറുന്നുണ്ടെന്നറിഞ്ഞു. എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തണം. ഞാൻ അതിനുള്ള പ്രോസസ് ഇപ്പോഴേ ആരംഭിച്ചോളാം. രാഘവൻ അത് ഫോളോ അപ്പ് ചെയ്യണം. ഭയത്തോടെ രാഘവൻ ഓക്കെ പറഞ്ഞു. അപ്പോഴായിരുന്നു പല്ലവി വിളിക്കുന്നത്. രാഘവൻ കോൾ അറ്റൻഡ് ചെയ്തു. വാർത്തയിൽ ഗൗതം പിടിക്കപ്പെട്ടത് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. രാഘവനോട് സംസാരിക്കാൻ ഫോൺ വാങ്ങിയ പരശുറാം, അതായത് പല്ലവിയുടെ അച്ഛൻ, ആ വാർത്തയെപ്പറ്റിയും കള്ള സർട്ടിഫിക്കറ്റ് വെച്ച് അത്തരത്തിൽ ജോലി വാങ്ങിയ ആളുകളെ പറ്റിക്കുന്നവർക്കെതിരെയും വലിയ തോതിൽ വിമർശനത്തോടെ
സന്തോഷത്തോടെ സംസാരിക്കുകയാണ്. അതോടെ രാഘവൻ നല്ല രീതിയിൽ ഭയന്നു. ആകെ ടെൻഷനായ രാഘവൻ എങ്ങനെയും പ്രിൻസിപ്പൽ പറഞ്ഞ പോലെ 3 മാസം നിന്ന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ അപ്പോഴും എങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യും എന്ന് രാഘവൻ ഒരു പിടുത്തമുണ്ടായിരുന്നില്ല. തനിച്ച് അതാലോചിച്ച് രാത്രിയിൽ മട്ടുപ്പാവിലിരുന്ന രാഘവനെ തിരക്കി അങ്ങോട്ടേക്ക് കീർത്തി വന്നു. കീർത്തിയോട് സംസാരിക്കാൻ പോലും ഇഷ്ടമില്ലാതെ രാഘവൻ എഴുന്നേറ്റ് പോവാൻ തുടങ്ങി. പക്ഷേ രാഘവനെ പിടിച്ചു നിർത്തി രാഘവനോട് കീർത്തി ക്ഷമ ചോദിച്ചു. പണ്ട് അവനെ അങ്ങനെ ഉപേക്ഷിച്ചു പോയതിന്, വിവാഹം കഴിഞ്ഞെങ്കിലും ഭർത്താവ് നല്ല മനുഷ്യനാണെങ്കിലും നിന്നെ അന്നങ്ങനെ ഉപേക്ഷിച്ചു പോയതുകൊണ്ട് ജീവിതത്തിൽ എനിക്ക് സമാധാനമൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഇപ്പോഴും അതിന്റെ കുറ്റബോധത്തിലാണ് താനുള്ളത് എന്നും കീർത്തി രാഘവനോട് പറഞ്ഞു. അൻപുമായിട്ട് താൻ സംസാരിച്ചിരുന്നുവെന്നും നീ എങ്ങനെ ഇവിടെ എത്തിയെന്നുള്ള എല്ലാ കാര്യങ്ങളും അവൻ എന്നോട് പറഞ്ഞുവെന്നും കീർത്തി രാഘവനെ അറിയിച്ചു. പിന്നാലെ പറഞ്ഞു, ചെയ്തുപോയ തെറ്റുകൾ തിരുത്താൻ എല്ലാവർക്കും രണ്ടാമതൊരവസരം കിട്ടില്ല രാഘവൻ, നിനക്കത് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ആ 48 പേപ്പർ നീ എഴുതിയെടുക്ക്. എന്ത് സഹായം വേണമെങ്കിലും ഞാനും ചെയ്യാം. എങ്ങനെ അത് പഠിച്ച് പാസ്സാവും എന്ന് രാഘവൻ ഭയന്നു നിന്നപ്പോ കീർത്തി രാഘവനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു. രാഘവന് വിജയിക്കാൻ വേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും മറ്റ് കാര്യങ്ങളും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ അടക്കം ഞാൻ എടുത്തു തരാമെന്നും അതുമാത്രം പഠിച്ചാൽ മതിയെന്നും എല്ലാമൊന്നും പഠിക്കേണ്ടെന്നും പ്രാക്ടിക്കൽസ് ഒക്കെ അറ്റൻഡ് ചെയ്താൽ തന്നെ പാസ്സായിക്കോളും എന്നും പറഞ്ഞ് കീർത്തി രാഘവനെ മോട്ടിവേറ്റ് ചെയ്തു. എന്തിനാ നീ എനിക്ക് വേണ്ടി അതൊക്കെ ചെയ്യുന്നത് എന്ന് രാഘവൻ ചോദിച്ചപ്പോ കീർത്തി പറഞ്ഞു, ഒരുപക്ഷെ നിന്റെ ജീവിതം ഇതോടെ പ്രശ്നങ്ങളൊക്കെ മാറി സെറ്റിലാവുകയാണെങ്കിൽ, ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിച്ച് നീ സന്തോഷത്തോടെ ജീവിച്ച എന്റെ കുറ്റബോധം ഇല്ലാതായെങ്കിലോ, എനിക്കും ഹാപ്പിനെസ് കിട്ടിയെങ്കിലോ, 12th 96% മാർക്ക് വാങ്ങിയെന്ന് പറഞ്ഞ് പണ്ടൊക്കെ പൊങ്ങച്ചം കാട്ടാറുള്ളതല്ലേ, അന്ന് പഠിച്ച പോലെ ഇപ്പോൾ ഇരുന്ന് പഠിച്ചു നോക്ക്, നിനക്കെന്തായാലും ജയിക്കാൻ പറ്റും. പിന്നീട് അങ്ങോട്ടേക്ക് രാഘവന്റെ ആത്മാർത്ഥതയുള്ള ശ്രമത്തിന്റെ നാളുകളായിരുന്നു. കീർത്തിയുടെ സഹായത്തോടെ കൃത്യമായി പഠിക്കാൻ ആരംഭിച്ചു. തന്നെ ഫോളോ ചെയ്ത് കുട്ടി ഡ്രാഗൺ നശിച്ചു പോവാതിരിക്കാൻ അവനെയും തന്റെ കൂടെ കൂട്ടി പഠിക്കുവാൻ രാഘവൻ നിർദ്ദേശിച്ചു. അങ്ങനെ എക്സാമുകളുടെ ദിവസം എത്തി. നല്ല രീതിയിൽ ഓരോ എക്സാമും കൃത്യമായി രാഘവൻ എഴുതി. അങ്ങനെ ആ ദിവസം എത്തി. അടുത്ത ദിവസം അവസാന എക്സാം ആണ്. തലേന്ന് രാത്രി രാഘവനും കുട്ടി ഡ്രാഗണും ഇരുന്ന് പഠിക്കുകയായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചെറിയൊരു കേക്കുമായി കീർത്തി വന്നത്. അന്ന് രാഘവന്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ സമയം പല്ലവിയുടെ ഫോൺ കോൾ അവന് വന്നു. പല്ലവി അവന് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ മുംബൈയിൽ നേരിട്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു അത്. എയർപോർട്ടിലുണ്ടെന്നും തന്നെ വന്ന് പിക്ക് ചെയ്യാനും പല്ലവി അവനോട് പറഞ്ഞു. രാഘവൻ ആകപ്പെട്ടിരുന്നു. എന്തു ചെയ്യുമെന്നൊരു പിടുത്തവുമില്ല. പെട്ടെന്ന് അവനൊരു ഐഡിയ തോന്നി. ബർത്ത്ഡേ അവൾക്കൊപ്പം ആഘോഷിക്കാൻ താൻ ചെന്നൈയിലേക്ക് വന്നുവെന്നും താനിപ്പോ ചെന്നൈയിലാണുള്ളത് എന്നും അവൻ അവളോട് കള്ളം പറഞ്ഞു. അതൊരു സർപ്രൈസ് ആയിരുന്നു എന്നുകൂടി പറഞ്ഞപ്പോ പല്ലവി വിശ്വസിക്കുകയാണ്. പല്ലവി ഉടൻ ടിക്കറ്റുകൾ നോക്കി. ചെന്നൈക്ക് ടിക്കറ്റ് കിട്ടിയിരുന്നു. താനുടൻ ഫ്ലൈറ്റിൽ കയറുമെന്നും ചെന്നൈക്ക് എത്തുമെന്നും പല്ലവി പറഞ്ഞു. രാഘവൻ വീണ്ടും പെട്ടു. അവനപ്പോൾ ഉള്ളത് വെല്ലൂരിലാണല്ലോ. അവിടെ നിന്ന് നേരെ ചെന്നൈക്ക് പോകണം. പല്ലവി എത്തുമ്പോഴേക്കും അവൻ ചെന്നൈയിലില്ലെങ്കിൽ എല്ലാം പൊളിയും. നാളെയാണെങ്കിൽ എക്സാമുമാണ്. എന്തു ചെയ്യുമെന്നൊരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥ. രാവിലെ 9 മണിക്ക് എക്സാം ആണ്. സമയം 12 കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് രാഘവൻ കീർത്തിയുടെ കാറ് കണ്ടത്. കീർത്തിയുടെ കാറ് വാങ്ങി ചെന്നൈയിലേക്ക് പുറപ്പെടാൻ രാഘവൻ തീരുമാനിച്ചു. മൊത്തത്തിൽ 6 മണിക്കൂർ യാത്രയുണ്ട് 2 സൈഡിലേക്കും. പല്ലവിക്കൊപ്പം കറങ്ങാൻ 1 മണിക്കൂറും വേണം. എക്സാമിന് രാവിലെ മടങ്ങിയെത്താം എന്ന് രാഘവൻ കണക്കുകൂട്ടി. കുട്ടി ഡ്രാഗനെയും കൂട്ടി അവർ ചെന്നൈയിലേക്ക് പുറപ്പെടുകയാണ്. പോകുന്ന വഴിയിൽ കാറിലിരുന്ന് കുട്ടി ഡ്രാഗൺ വായിക്കുകയും രാഘവൻ അത് കേട്ട് പഠിക്കുകയും ചെയ്തു. ഇതിനിടയിൽ കൂട്ടുകാരൻ അൻപിനെയും മറ്റും വിളിച്ച് പല്ലവിയെ വെൽക്കം ചെയ്യാനുള്ള ഗിഫ്റ്റും രാഘവൻ അറേഞ്ച് ചെയ്തിരുന്നു. ഒരു തരത്തിൽ കാർ വേഗത്തിലോടിച്ച് ചെന്നൈയിലെത്തിയ രാഘവൻ പല്ലവിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ മാനേജ് ചെയ്തു. പല്ലവിക്കൊപ്പം ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞ് തിരികെ രാഘവൻ കോളേജിലേക്ക് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ രാഘവൻ പലപ്പോഴും ഉറക്കത്തിലേക്ക് പാളിപ്പോകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എക്സാം കാരണം, പഠിത്തം കാരണം അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അപകടമൊന്നും കൂടാതെ രാഘവനും കുട്ടി ഡ്രാഗനും നേരെ കോളേജിലെത്തി. ഹോൾ ടിക്കറ്റും മറ്റുമായി കീർത്തി കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. അവർ എക്സാമിനായി കയറി. പക്ഷേ എക്സാം എഴുതി തുടങ്ങി കുറച്ചായപ്പോഴേക്കും രാഘവന്റെ കണ്ണു പാളുന്നുണ്ടായിരുന്നു. വലിയ ഉറക്കച്ചടവ് അവനെ ക്ഷീണത്തിലേക്ക് നയിച്ചു. ഒരു ഘട്ടത്തിൽ രാഘവൻ അവിടെ കിടന്നുറങ്ങിപ്പോവുകയാണ്. ഞെട്ടി ഉണർന്നപ്പോഴേക്കും എക്സാം തീരുന്ന സമയമായിരുന്നു. രാഘവനാകെ പാനിക്കായി. ആ സമയത്തിനുള്ളിൽ എക്സാം എഴുതി തീർക്കാൻ പറ്റില്ല. അവന്റെ കൈയക്ഷരം പതറി. എഴുതി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അധ്യാപകൻ വന്ന് പേപ്പർ വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്തു. രാഘവൻ അന്ന് ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. പിന്നീട് വർഷം 2025 AGS കോളേജിലേക്ക് പുതിയ ബാച്ച് എത്തുകയായിരുന്നു. മയിൽവാഹനൻ കുട്ടികൾക്ക് ഡ്രാഗന്റെ തന്നെ കഥ പറഞ്ഞു തുടങ്ങി. കോളേജിലേക്ക് ഡ്രാഗൻ തിരികെയെത്തി പേപ്പർ ക്ലിയർ ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചു. എന്നിടം വരിയായി കഥ. ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് രാഘവൻ ആ എക്സാം പാസ്സായിരുന്നു എന്ന് ചോദിച്ചു. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. എക്സാം ഒക്കെ കഴിഞ്ഞ് രാഘവൻ തിരികെ ജോലിക്ക് ജോയിൻ ചെയ്തിരുന്നു. അങ്ങനെ എക്സാം റിസൾട്ട് വരുന്ന ദിവസം രാഘവൻ കമ്പ്യൂട്ടറിൽ എക്സാം റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയമാണ് VP വിളിക്കുന്നത്. ബാക്കി എല്ലാവരുടെയും
ബാക്ക്ഗ്രൗണ്ട് ചെക്ക് കഴിഞ്ഞെന്നും രാഘവന്റെ മാത്രമേ ബാക്കിയുള്ളൂവെന്നും രാഘവൻ പഠിച്ചത് ഏത് കോളേജിലാണ് എന്നും VP തിരക്കി. AGS കോളേജിന്റെ കാര്യം ഭയത്തോടെ രാഘവൻ പറഞ്ഞു. പിന്നാലെ AGS കോളേജിൽ വിളിച്ച് രാഘവന് മുമ്പിൽ വെച്ച് തന്നെ VP രാഘവൻ ആ കോളേജിൽ നിന്ന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതാണോ എന്ന് ചോദിക്കുകയാണ്. അവിടുത്തെ സ്റ്റാഫിനടുത്തെത്തിയ ആ കോൾ സ്റ്റാഫ് ഉടൻ ഡീനിന്റെ അടുത്തേക്ക് എത്തിച്ചു. ഡീനപ്പോ ഒരു മീറ്റിംഗിലായിരുന്നു. ഫോൺ വാങ്ങിയ ഡീൻ എന്തു പറയണം എന്നറിയാതെ ഒന്നും കുഴങ്ങുന്നുണ്ട്. റിസൾട്ട് വരുന്ന സമയമാണല്ലോ. മുമ്പിലുണ്ടായിരുന്ന കീർത്തി രാഘവന്റെ റിസൾട്ട് വരാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡീൻ റിസൾട്ട് പറയുന്നതിന്റെ തൊട്ടു മുമ്പ് കീർത്തിയുടെ ലാപ്ടോപ്പിൽ റിസൾട്ട് തെളിഞ്ഞു. രാഘവൻ ഓൾ പാസ് ആയിരുന്നു. കീർത്തി അത് ഡീനോട് പറഞ്ഞതും ഡീൻ സന്തോഷത്തോടെ അല്പം അതിശയത്തോടെ ഞെട്ടലോടെ രാഘവൻ ഇവിടാണ് പഠിച്ചത്, ഓൾ പാസ് ആണ് എന്ന കാര്യം VPയെ അറിയിച്ചു. പിന്നാലെ രാഘവന്റെ ഫോണിലേക്കും കൂട്ടുകാരുടെ അടക്കം മെസ്സേജുകൾ തുരതുര വരാൻ തുടങ്ങി. 48 പേപ്പറുകൾ ഒരേ അറ്റംപ്റ്റിൽ എഴുതിയെടുത്ത് ചരിത്രം കുറിച്ചവൻ എന്നായിരുന്നു അൻപ് വരെ പറഞ്ഞത്. സന്തോഷം കൊണ്ട് രാഘവൻ തുള്ളിച്ചാടി അലറി വിളിച്ചു. കഥ പറയുകയായിരുന്നു മയിൽവാഹനൻ തുടർന്നു. അക്ഷരാർത്ഥത്തിൽ അന്ന് ഞാൻ അവന്റെ റിസൾട്ട് കണ്ട് ഞെട്ടിപ്പോയിരുന്നു. ഡിഗ്രി കിട്ടിയതിന്റെ അടുത്ത ദിവസം അവൻ എന്നെ കാണാൻ കോളേജിലേക്ക് വന്നു. 48 പേപ്പറും അവൻ ക്ലിയർ ചെയ്ത. നിനക്കെന്നെ വന്ന് എന്ത് ചീത്തയും വിളിക്കാം എന്ന് പണ്ട് ഞാൻ അവനോട് പറഞ്ഞിരുന്നതാണ്. അവൻ എന്തിനാ വന്നത് എന്ന മട്ടിൽ നിൽക്കുമ്പോ അവനവന്റെ കല്യാണക്കുറിയെടുത്ത് എനിക്ക് തന്നു. കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞ് എന്നെ ക്ഷണിച്ചു. എന്റെ ആശീർവാദം വാങ്ങി. അങ്ങനെ രാഘവന്റെ കല്യാണ ദിവസം എത്തി. കല്യാണത്തലേന്ന് വലിയ പാർട്ടിയായിരുന്നു. രാഘവൻ അന്ന് കൂട്ടുകാരുടെ അടുത്തൊക്കെ പോയി തിരികെ വരുമ്പോ കുട്ടി ഡ്രാഗൻ കുറച്ച് പാനിക്കായി ഓടുന്നത് കണ്ടു. എന്താ കാര്യമെന്ന് രാഘവൻ തിരക്കി. മടിയോടെയാണെങ്കിലും കുട്ടി ഡ്രാഗൻ ആ കാര്യം പറഞ്ഞു. അവരുടെ ക്ലാസ്സിലെ ഏറ്റവും നന്നായി പഠിക്കുന്ന വെങ്കട്ട് എന്ന പയ്യന് ആത്മഹത്യക്ക് ശ്രമിച്ചത്രേ. ഒന്നും പറ്റിയില്ല. ആശുപത്രിയിൽ പോയി കയ്യിൽ കെട്ടൊക്കെയിട്ട് അവൻ തന്നെയാ തന്നെ വിളിച്ചു പറഞ്ഞത് എന്നും കുട്ടി ഡ്രാഗൻ പറഞ്ഞു. കുട്ടി ഡ്രാഗൻ അങ്ങോട്ടേക്ക് പോവാൻ ഇറങ്ങുകയാണത്രേ. അത് കേട്ട് രാഘവനും കൂടെ ചെല്ലാമെന്ന് പറഞ്ഞ് അവനൊപ്പം ചെന്നു. അങ്ങനെ വെങ്കട്ടിന്റെ വീട്ടിലേക്ക് അവരെത്തി. വെങ്കട്ടാകെ തകർന്നിരിക്കുകയായിരുന്നു. ഒരു ചേരിയിലായിരുന്നു വെങ്കട്ട് താമസിച്ചിരുന്നത്. മറ്റ് സെമസ്റ്ററുകളിലൊക്കെ മാർക്ക് വെച്ച് വെങ്കട്ടിന് ഗൂഗിളിലടക്കം പ്ലേസ്മെന്റ് കിട്ടിയിരുന്നതാണ്. ആ ജോലി അവന്റെ സ്വപ്നമായിരുന്നു. അവന്റെ ജീവിതം, അവന്റെ കുടുംബം എല്ലാത്തിനെയും രക്ഷപ്പെടുത്താനുള്ള അവന്റെ മുമ്പിലുള്ള ഒരേ ഒരു വഴി. പക്ഷെ അവസാന സെമസ്റ്ററിൽ ഒരു വിഷയത്തിന് തോറ്റതുകൊണ്ട് ആ ജോലി വരെ ഇനി കിട്ടാതാകും. അരിയേഴ്സുള്ളവരെ ഗൂഗിൾ അടക്കമുള്ള കമ്പനികൾ എടുക്കില്ല. രാഘവനും കുട്ടി ഡ്രാഗനും വെങ്കട്ടിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് വെങ്കട്ട് ഒരു കാര്യം പറഞ്ഞു. ഒരിക്കലും ഞാൻ തോൽക്കില്ല. എന്റെ പേപ്പർ ആരോ മാറ്റിയതാണ്. വീണ്ടും റീവാലുവേഷൻ അടക്കം കൊടുത്ത് പേപ്പർ എടുത്ത് ഞാൻ പരിശോധിച്ചിരുന്നു. അതിനകത്തുണ്ടായിരുന്നത് എന്റെ പേപ്പറായിരുന്നില്ല. ഇതാണ് ആ പേപ്പർ എന്ന് പറഞ്ഞ് തന്റെ പരീക്ഷാ പേപ്പർ അവൻ കുട്ടി ഡ്രാഗനെയും രാഘവനെയും കാണിച്ചു. രാഘവൻ ആ പേപ്പർ നോക്കി. അത് കണ്ടതും അക്ഷരാർത്ഥത്തിൽ രാഘവൻ ഞെട്ടിയിരുന്നു. രാഘവന്റെ പേപ്പറായിരുന്നു അത്. രാഘവന്റെ ഓർമ്മകൾ കുറച്ച് പഴയ നാളുകളിലേക്ക് പോയി. അന്ന് ഉറക്കം തൂങ്ങി അവസാന എക്സാം എഴുതാൻ പറ്റാതെ രാഘവൻ പാനിക്കായി പുറത്തിറങ്ങിയ ആ ദിവസം പെട്ടെന്നായിരുന്നു രാഘവൻ ഏജൻസിക്കാരൻ പറഞ്ഞ കാര്യം ഓർത്തത്. 3 പേപ്പറുകൾ വരെയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിലുള്ള പിടിപാട് കൊണ്ട് അത് പാസാക്കി എടുപ്പിക്കാമെന്ന് രാഘവൻ അന്ന് ഏജൻസിക്കാരനോട് അത് ആവശ്യപ്പെട്ടിരുന്നു. ഏജൻസിക്കാരന്റെയാൾ പേപ്പർ വെക്കുന്നിടത്ത് കടന്നുകയറി രാഘവന്റെ പേപ്പർ മാറ്റി വെങ്കട്ടിന്റെ പേപ്പർ എടുത്ത് വെക്കുകയായിരുന്നു. രാഘവന്റെ പേപ്പറാണ് വെങ്കട്ടിന്റെ പേരിൽ വെക്കപ്പെട്ടത്. താനാണ് ഇതിന്റെ പിന്നിലെ തെറ്റുകാരൻ എന്ന് ഞെട്ടലോടെ രാഘവൻ തിരിച്ചറിയുകയാണ്. വേദനയോടെ വെങ്കട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാനൊക്കെ പഠിച്ചാലും ഒരു കാര്യവുമില്ലല്ലോ. പ്രണയം പോലും വേണ്ടെന്ന് വെച്ചു. നല്ല രീതിയിൽ സെറ്റിലായ ശേഷം പ്രണയം വരെ വെളിപ്പെടുത്താമെന്ന് കരുതി ഫസ്റ്റ് ബെഞ്ചിലിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചു. പഠിക്കുന്നതിലുപരി ഒരു കാര്യം പോലും ഞാൻ ചെയ്തിട്ടില്ല. ഒന്ന് എൻജോയ് ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും എനിക്ക് ഇങ്ങനെയൊക്കെയാ സംഭവിച്ചത്. രാഘവൻ ആകെ കുറ്റബോധത്തിൽ നിറഞ്ഞുപോയിരുന്നു. വേദനയിൽ മുഴുകി രാഘവൻ പുറത്തേക്കിറങ്ങി. കുറ്റബോധം രാഘവനെ വേട്ടയാടാൻ തുടങ്ങിയിരുന്നു. തന്റെ പ്രവൃത്തി വെങ്കട്ടിനെ പോലെ ഒരുത്തന്റെ ജീവിതമാണല്ലോ ഇല്ലാതാക്കുന്നത് എന്നത് രാഘവനെ ആഴത്തിൽ വേദനിപ്പിച്ചു. രാഘവൻ അന്ന് കണ്ണുനീരൊഴുക്കി ഒരുപാട് ചിന്തിച്ചു. ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തി. അടുത്ത ദിവസം കല്യാണ മണ്ഡപത്തിൽ വെച്ച് കല്യാണം കഴിക്കുന്നതിന്റെ തൊട്ടുമുമ്പ് രാഘവൻ മണ്ഡപത്തിൽ നിന്ന് എഴുന്നേറ്റു. കല്യാണം കൂടാൻ എത്തിയിരുന്ന മയിൽവാഹനന് മുമ്പിലെത്തി നടന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അവിടുണ്ടായിരുന്ന VPയോട് ഫേക്ക് സർട്ടിഫിക്കറ്റ് വെച്ചാണ് VPയുടെ കമ്പനിയിൽ താൻ ജോലിക്ക് ചേർന്നത് എന്ന സത്യം വെളിപ്പെടുത്തി. പല്ലവിയുടെ അച്ഛൻ പരശുറാമിനോടും വേദനയോടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. തന്റെ തെറ്റുകളൊക്കെ തുറന്നു പറഞ്ഞ് സ്വയം തിരുത്തുവാൻ രാഘവൻ ശ്രമിക്കുകയായിരുന്നു. രാഘവൻ ആകെ വേണ്ടിയിരുന്നത് താൻ കാരണം നഷ്ടപ്പെട്ട വെങ്കിട്ടിന്റെ ജീവിതം
അവന് തിരിച്ചു കിട്ടണം എന്നത് മാത്രമായിരുന്നു. കുറ്റം താൻ ഏറ്റെടുത്താൽ വെങ്കട്ട് വിജയിക്കും. വെങ്കട്ടിന് ഗൂഗിളിൽ ജോലിക്ക് പോവാൻ പറ്റും. അവൻ സ്വപ്നം കണ്ട ജോലിയും ജീവിതവും അവന് ലഭിക്കും. അത് തന്നെ സംഭവിച്ചു. രാഘവൻ കുറ്റം ഏറ്റെടുത്ത് ജയിലിൽ പോയി. വെങ്കട്ട് അതോടെ പരീക്ഷയിൽ പാസ്സാക്കപ്പെട്ടു. അവൻ ഏറെ ആഗ്രഹിച്ച ജോലി അവന് കിട്ടി. അത്രനാളും പറയാതെ വെച്ച അവന്റെ പ്രണയം അവൻ തന്റെ പ്രിയപ്പെട്ട പെണ്ണിനോട് തുറന്നു പറഞ്ഞു. കുട്ടികളോട് കഥ പറയുകയായിരുന്നു മയിൽവാഹനൻ തുടർന്നു പറഞ്ഞു. 6 മാസം രാഘവൻ ജയിലിൽ കഴിഞ്ഞു. പിന്നീട് പുറത്തിറങ്ങി. പിന്നീട് അവനെപ്പറ്റി ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഒരു ദിവസം മയിൽവാഹനൻ രാഘവനെ കണ്ടു. ഡെലിവറി ബോയായി വീട്ടിലേക്ക് ഓർഡർ ചെയ്ത് ഫുഡ് കൊണ്ടുവന്നതായിരുന്നു രാഘവൻ. എങ്ങനുണ്ടടാ മയിൽവാഹനൻ എന്ന് രാഘവനോട് ചോദിച്ചു. രാഘവൻ പറഞ്ഞു, അന്ന് ഒന്നും തുറന്നു പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്കെല്ലാം ഉണ്ടായിരുന്നേനെ സാറേ. പക്ഷേ എന്റെ സമാധാനം പോയേനെ. ഇപ്പോ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. മയിൽവാഹനൻ എന്ന് രാഘവനോട് പറഞ്ഞു. അന്ന് അതോടെ നിന്റെ ജീവിതം തന്നെ ഇല്ലാതാവും എന്നാ ഞാൻ കരുതിയത്. അങ്ങനായിരുന്നു സാർ ഞാനും കരുതിയത്. പക്ഷേ ജയിലിൽ നിന്നിറങ്ങിയപ്പോ അച്ഛൻ എന്നെ കൂട്ടാൻ വന്നു. ഞങ്ങൾ പണ്ട് താമസിച്ച പഴയ വാടക വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി. ഞാൻ വാങ്ങിയിരുന്ന വീടും കാറുമൊക്കെ ബാങ്കുകാർ ജപ്തി ചെയ്ത് കൊണ്ടുപോയിരുന്നു. ചെയ്തുപോയ തെറ്റുകൾക്ക് ഏറെ കുറ്റബോധത്തോടെ എന്റെ അച്ഛനോട് ഞാൻ മാപ്പ് പറഞ്ഞു. അച്ഛൻ എന്നോട് വളരെ നല്ല രീതിയിലായിരുന്നു പെരുമാറിയത്. ഉള്ളിലെ സങ്കടവും ദേഷ്യവും ഒന്നും അടക്കി വെച്ച് ഇങ്ങനെ പെരുമാറരുതച്ച എന്ന് ഞാൻ പറഞ്ഞപ്പോ എന്റെ അച്ഛൻ പറഞ്ഞു, ചെറുപ്പത്തില് നാട്ടിൽ ഓട്ടമത്സരം നടക്കുമ്പോ എന്റെ കൂടെ ഓടിയവൻ അവൻ ജയിക്കണമെന്നുള്ളതും കൊണ്ട് എന്നെ തള്ളിയിട്ടിട്ട് ഓടി. അന്ന് വീണ് പരിക്ക് പറ്റിയ കാലുമേന്തിയ ഞാനിപ്പോഴും നടക്കുന്നത്. പക്ഷേ അതേ തെറ്റ് എന്റെ മകൻ ചെയ്തില്ലല്ലോ. അതിലെനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. നിന്റെ ജീവിതം നശിച്ചാലും വേണ്ടില്ല, ആ പയ്യന്റെ ജീവിതം നശിച്ചു പോകരുതെന്ന് കരുതി നീ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞില്ലേ. അന്നേ നീ എന്റെ മകനായി. എല്ലാം നഷ്ടപ്പെട്ടെന്നോർത്ത് ഭയപ്പെടരുത്. ആദ്യം തൊട്ട് തുടങ്ങിക്കോ. അച്ഛൻ നിന്റെ കൂടെയുണ്ട്. മയിൽവാഹനത്തോട് പറയുകയായിരുന്ന രാഘവൻ പറഞ്ഞു. അച്ഛന്റെ ആ വാക്കുകൾ ജീവിതത്തെ മാറ്റിമറിച്ചു സാർ. ഇപ്പോ സന്തോഷത്തിലാണ്. വീണ്ടും എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്തു. പാർട്ട് ടൈം ജോലി ചെയ്യുന്നു. ആദ്യ സെമസ്റ്ററിൽ 90% മാർക്ക് വാങ്ങിയിട്ടുണ്ട് സാർ. നല്ല രീതിയിൽ എഞ്ചിനീയറിംഗ് ഞാൻ പാസ്സാവും. വീണ്ടും കാണാമെന്ന് പറഞ്ഞ രാഘവൻ അടുത്ത ഡെലിവറിക്ക് സമയമായതറിഞ്ഞ് അവിടെ നിന്ന് പോയി. മയിൽവാഹനന് രാഘവന്റെ ആ മാറ്റത്തിൽ വലിയ സന്തോഷം തോന്നിയിരുന്നു. കഥ പറയുകയായിരുന്നു മയിൽവാഹനൻ കുട്ടികളോടായി പറഞ്ഞു. എല്ലാ തവണയും കുട്ടികൾക്ക് ഫെയിലിയറിന് അടയാളമായി ഞാൻ എടുത്തു പറഞ്ഞിരുന്ന രാഘവൻ എന്ന ഇവൻ ജീവിതത്തിൽ നല്ല രീതിയിൽ വരും എന്നൊരു പ്രതീക്ഷ ഇന്ന് എനിക്കുണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, ജീവിതത്തിൽ നമ്മളെല്ലാവരും സക്സസ് നോക്കിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഓട്ടത്തിനിടയിൽ ഇടയ്ക്കൊക്കെ ഒന്ന് വീണുപോകും. പക്ഷേ അവിടെ നിന്നും എഴുന്നേറ്റോടുന്നവർക്കേ വിജയമുള്ളൂ. അങ്ങനെ നോക്കിയാൽ ഡി രാഘവൻ അല്ല, ഡ്രാഗൺ ഈ കോളേജിൽ നിന്ന് പാസ്സായ മികച്ച വിദ്യാർത്ഥികളിൽ ഒരാൾ തന്നെയാണ്. അവിടെ കരഘോഷം മുഴങ്ങി. രാഘവൻ അപ്പോഴും തന്റെ ജീവിതവുമായി മുമ്പോട്ട് പോവുകയായിരുന്നു. ഒരു ദിവസം രാഘവന്റെ വീട്ടിലേക്ക് മയിൽവാഹനൻ വന്നു. മയിൽവാഹനന്റെ മകൾക്ക് പണ്ട് രാഘവനെ ഇഷ്ടപ്പെട്ടിരുന്നതാണല്ലോ. രാഘവനെപ്പറ്റി എല്ലാ കാര്യങ്ങളും മയിൽവാഹനൻ തന്റെ മകളോട് പറഞ്ഞിരുന്നു. ജീവിതത്തിലെ തെറ്റുകൾ തിരുത്തി ജീവിക്കുന്ന രാഘവനെ ഇഷ്ടപ്പെട്ട മയിൽവാഹനന്റെ മകൾ അവനെ വിവാഹം കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു. അങ്ങനെ മകൾക്കു വേണ്ടി രാഘവനെ വിവാഹമാലോചിക്കാൻ മയിൽവാഹനൻ എത്തിച്ചേർന്നതായിരുന്നു. ആദ്യമൊക്കെ ആ വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് രാഘവനോട് ഞാൻ നോക്കിയെങ്കിലും മയിൽവാഹനന്റെ മകളെ കണ്ടതും രാഘവന്റെ മനസ്സ് മാറി. മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു. മയിൽവാഹനന്റെ മകളെ രാഘവൻ ഇഷ്ടപ്പെട്ടിരുന്നു. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.